വാമനാപുരത്തെ ഒരു വയസ്സുകാരിയെ കൊന്നത് അവളുടെ അമ്മ തന്നെ. കഴുത്ത് ഞെരിച്ച് കൊന്നുവെന്ന് കുറ്റസമ്മതം. കൊലപാതകം ആ കുഞ്ഞിന് ഓട്ടിസം ഉണ്ട് എന്ന സംശയത്തിൽ. തിരുവനന്തപുരം വാമനപുരത്ത് അവിടെ കണിച്ചോട് ഒരു വയസ്സുകാരിയുടെ മരണത്തിൽ ആ അമ്മ കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം ആ 1 വയസ്സും 1 മാസവും പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ ചില അസ്വാഭാവികതകൾ പോലീസും ആശുപത്രിയും ഒരേപോലെ പ്രകടിപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യലും എല്ലാം നടന്നത്. വാമനപുരം കണിച്ചോട് സ്വദേശി അശ്വതിയുടെയും സുഭാഷിന്റെയും മകൾ പവിത്ര, അവളെയാണ് ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊന്നു എന്നാണ് അവളുടെ അമ്മ അശ്വതി പോലീസിന് നൽകിയ മൊഴി. എന്തിനാണ് പിഞ്ചോമനെ കഴുത്തു ഞെരിച്ച് കൊന്നത്? അതിലേക്ക് വരാം. ഈ കുഞ്ഞിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടതിനെ തുടർന്നാണ് പോലീസും ആശുപത്രി അധികൃതരും ഈ സംഭവത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്നത്. അങ്ങനെ ആ ദുരൂഹതയുണ്ട് എന്നുള്ള സംശയത്തിലാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നതും. തൊഴിലുറപ്പിന് പോയിരുന്നു ആ പിഞ്ചു കുഞ്ഞിന്റെ അമ്മൂമ്മ. ആ അമ്മൂമ്മ തിരികെ വന്നപ്പോൾ അവൾ നിലത്ത് ഒരു പായയിൽ കിടക്കുന്ന മട്ടിലായിരുന്നു. ഈ സമയം കുട്ടിയെ ഞാൻ കൊന്നുവെന്ന് അശ്വതി പറഞ്ഞുവെന്ന് അമ്മ പറയുന്നു. ചലനമറ്റ നിലയിൽ കിടന്ന കുഞ്ഞിനെ ഏറ്റവും അടുത്തുള്ള കരയിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്കിൽ പോലും മരണം അത് നേരത്തെ തന്നെ സംഭവിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഈ ആശുപത്രിയിലെ അധികൃതരാണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. കുഞ്ഞിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടിരുന്നു. അതാണ് ദുരൂഹതയേറ്റിയത്. മാത്രമല്ല, കുഞ്ഞിന്റെ ചുണ്ടിൽ മുറിവേറ്റ പാടുണ്ടായിരുന്നു. ചുണ്ട് പൊട്ടിയ നിലയിലായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് അശ്വതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കുട്ടിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് അശ്വതി സമ്മതിച്ചത്. ഈ കുറ്റസമ്മതത്തിന് പിന്നാലെ ആ യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പോലീസ് പറയുന്നു. പക്ഷേ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു. അശ്വതിക്ക് 8 വയസ്സുള്ള ഒരു കുട്ടി കൂടിയുണ്ട്. ഈ 2ാമത്തെ കുഞ്ഞിന്റെ പ്രസവം കഴിഞ്ഞതിൽ പിന്നെ അശ്വതി അധികം ആരോടും സംസാരിച്ചിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സ്ത്രീകൾക്കിടയിൽ നമ്മൾ കാണുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രസവശേഷമുള്ള ബുദ്ധിമുട്ടുകൾ മാനസികാരോഗ്യത്തിൽ. ചെറിയ രീതിയിൽ ഈ അശ്വതിയും അതുപോലെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മാത്രമല്ല, ഈ പിഞ്ചു കുഞ്ഞിനെ ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മ ചെയ്തിരുന്നുവെന്നും ബന്ധുക്കൾ നിരീക്ഷിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ദിവസം സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഈ കൊടിയ കൊലപാതകം നടന്നത്. ആ കുഞ്ഞിന് ഓട്ടിസം ബാധിച്ചു എന്നുള്ള സംശയമാണത്രേ അശ്വതിക്ക് ഇത്തരമൊരു ക്രൂരത ചെയ്യാൻ പ്രേരണ നൽകിയത്. അങ്ങനെയൊരു സംശയം, ആ കുഞ്ഞിന് ഓട്ടിസം ഉണ്ടെന്നൊരു സംശയം അശ്വതി പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അങ്ങനെ 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനയൊക്കെ നടത്തിയതാണ് ഈ കുഞ്ഞിന് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ. പക്ഷേ പരിശോധനയിൽ കുഞ്ഞിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാലും ആ അമ്മയുടെ സംശയം അത് മാറിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് തെളിവെടുപ്പിനായി അവളെ വീട്ടിലെത്തിച്ചപ്പോൾ അശ്വതി പൊട്ടിക്കരഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടികളുടെ വളർച്ച സംബന്ധിച്ച വിവരങ്ങൾ ഈ യുവതി പലപ്പോഴായി യൂട്യൂബിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഒക്കെ പരതിയിരുന്നു. അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിരുന്നുവെന്നും പോലീസ് അവളുടെ മൊബൈൽ ഫോണിലെ പരിശോധന വഴി കണ്ടെത്തി. ഒരുപാട് ചൈൽഡ് മാഗസിനുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന മാഗസിനുകളും അശ്വതി സ്ഥിരമായി വായിച്ചിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ, വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലാണ് ഈ കൊലപാതകം ഉണ്ടായത്, കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കരുതുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു അശ്വതി. ഇതിനിടയിൽ ഭർത്താവിന്റെ വീട്ടുകാർ ചില ക്ഷേത്ര ദർശനത്തിന് പോയ സാഹചര്യത്തിലാണ് അശ്വതി കുഞ്ഞുമായി സ്വന്തം വീട്ടിൽ, കുടുംബ വീട്ടിലേക്ക് എത്തിയത്. തൊട്ടടുത്ത ദിവസം തിരികെ വീട്ടിലേക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം. എന്താണെങ്കിലും
ആ അമ്മൂമ്മ തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് നിശ്ചലയായി കിടക്കുന്ന ആ പിഞ്ചോമനെയാണ്. വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ ഇല്ലായിരുന്നു. ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയിൽ ഉണ്ടായ മാറ്റം ഒരു പിഞ്ചോമനയുടെ ജീവനെടുത്തു. സ്വന്തം അമ്മയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞ് മരിക്കാനുള്ള നിയോഗമായിരുന്നു ആ കുഞ്ഞിന് 1 വയസ്സ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.